എല്ലാവർക്കും ഫോട്ടോഷോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ ഒരു 2-3 ക്ലിക്കുകൾക്കുള്ളിൽ നമ്മൾക്ക് ഒരു ഫോട്ടോ എങ്ങനെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഈ ലേഔട്ട് നോക്കുകയാണെങ്കിൽ ആ പഴയ എപ്പിസോഡുകൾ ഓപ്പൺ ചെയ്ത ആ രീതിയിലല്ലല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഴയ വെർഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ കാണുന്നു അതേപോലെയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പ് CC 2018 ആണ്. അപ്പോൾ നിങ്ങൾക്ക് CC വെർഷൻസ് ഉപയോഗിക്കുമ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണണമെങ്കിൽ മുകളിൽ എഡിറ്റ് മെനുവിൽ പോവുക, ഏറ്റവും താഴെ വരിക, ഇവിടെ പ്രിഫറൻസ്, ഇതിൽ ജനറൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്കഡ് ആണെങ്കിൽ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഷോ സ്റ്റാർട്ട് വർക്ക് സ്പേസ് വെൻ നോ ഡോക്യുമെൻറ്റ്സ് ആർ ഓപ്പൺ. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഞാൻ ഫയലിൽ പോയി ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം കീബോർഡിൽ Ctrl+J 2 പ്രാവശ്യം അമർത്തി കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് ലെയർ ഓഫ് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് മുകളിലായിട്ട് ഇതാ ഇവിടെ മൗസ് കൊണ്ടുപോയി വയ്ക്കുമ്പോൾ ബ്ലെൻഡിങ് മോഡ് ഫോർ ദ ലെയർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾക്ക് കാണാവുന്നതാണ്. ഡാർക്ക്, മൾട്ടിപ്ലൈ. ഇവിടെ താഴോട്ട് വന്ന് ഞാനിവിടെ ഓവർലേ കൊടുക്കുന്നു. നോക്കി എന്തുമാത്രം വ്യത്യാസമാണ് ആ ഫോട്ടോയ്ക്ക് വന്നത്. ജസ്റ്റ് നമ്മൾ 2-3 ക്ലിക്കിലൂടെ ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഇമേജിൽ വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണമെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻസ് കൂടി കാണാവുന്നതാണ്. ഒപ്പാസിറ്റി, അതിന് തൊട്ട് താഴെ ഫില്ല്. ഇവിടെ നിന്ന് ഈ ഒപ്പാസിറ്റിയുടെ റൈറ്റ് സൈഡിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ടാബ് വരുന്നു. നമ്മൾക്ക് ഒപ്പാസിറ്റി ഈ പെർസെൻറ്റേജ് ഇഷ്ടമുള്ള അളവിലോട്ട് മാറ്റുമ്പോൾ ആ ഇമേജിൻ്റെ ഷാഡോസും മിഡ്ടോൺസും ഹൈലൈറ്റ്സൊക്കെ ചേഞ്ചസ് ആകുന്നതായിട്ട് കാണാം. നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ ഒരു 2-3 ഇമേജസ് ഓപ്പൺ ചെയ്ത് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. ഈ ഒപ്പാസിറ്റിയും ഫില്ലും വേരി ചെയ്ത് അതൊക്കെ എന്തൊക്കെയാണ് ആ ഇമേജസിൽ വരുന്ന മാറ്റങ്ങളെന്ന് നോക്കി നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. വളരെ സിമ്പിൾ. അപ്പോൾ അടുത്തത് നമ്മൾക്കിത് ഈ ഇമേജ് സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാനിത് പറയാൻ കാരണം അപ്പോഴെന്താണ് ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻ. നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതായത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലൂ പേന കൊണ്ട് ഒരു വര വരച്ചിട്ട് അത് നിങ്ങൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റെഡ് ഷീറ്റിലൂടെ നോക്കുകയാണെങ്കിൽ ആ ബ്ലൂ കളർ ലൈന് ഏത് കളറിൽ കാണുന്നു എന്ന് നിങ്ങൾ നാളെ വന്ന് പറയണമെന്ന്. നമ്മളങ്ങനെ നോക്കിയിട്ടുണ്ടാവും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ബ്ലൂ കളറും റെഡ് കളറും തമ്മിൽ മിക്സ് ആകുന്നു, അതായത് ബ്ലെൻഡ് ആകുന്നു. ബ്ലെൻഡായി നമ്മൾക്ക് വേറൊരു കളറ് കാണിച്ചു തരുന്നു. അതേപോലെ തന്നെയാണ് ഫോട്ടോഷോപ്പ് ചെയ്യുന്നത്. ഇവിടുത്തെ ആദ്യത്തെ മുകളിലിരിക്കുന്ന ലെയറും അതിൻ്റെ തൊട്ട് താഴത്തെ ലെയറും കമ്പയർ ചെയ്ത് നമ്മൾക്ക് ഒരു ഔട്ട്പുട്ട് തരുന്നു. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് കുറേ മാത്തമാറ്റിക്കലായിട്ടുള്ള ഫങ്ഷൻസാണ്. അതായത് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ എല്ലാം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കുറേ ഫങ്ഷൻസ് കാണാവുന്നതാണ്. സമ്മ്, ഈഫ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. അതേപോലെ ഫോട്ടോഷോപ്പ് അതിൻ്റേതായ രീതിയിലുള്ള കുറേ മാത്തമാറ്റിക്കലായിട്ടുള്ള ഫങ്ഷൻസ് ഇവിടെ ബ്ലെൻഡിങ് മോഡിൻ്റെ രൂപത്തിൽ നമ്മൾക്ക് ഇവിടെ കാണിച്ചു തരുന്നു. അതായത് ഡാർക്ക്, മൾട്ടിപ്ലൈ, ലൈറ്റൻ, ഓവർലേ, ഡിഫറൻസ്, ഇങ്ങനെയുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഈ ബ്ലെൻഡിങ് മോഡ്സ് നമ്മൾക്ക് നമ്മുടേതായ ആവശ്യത്തിന്, അതായത് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബ്ലെൻഡിങ് മോഡ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള വീഡിയോസുകൾ അടുത്ത
എപ്പിസോഡിൽ കാണാവുന്നതാണ്. അപ്പോഴെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ കൂടി ചെയ്യാൻ മറക്കണ്ട.